സുരേഷ് ഗോപിയെ കാണുവാനില്ല എന്നുള്ളതാണ് ചിലരുടെയൊക്കെ പരാതി. പ്രത്യേകിച്ച് ഒരു സഖാവ് തിരുമേനിയുടെ പരാതി തന്നെ. ഇത് എന്തിൻ്റെ പേരിലാണ് ഇവർ സുരേഷ് ഗോപിയെ മാത്രം ഇങ്ങനെ തിരയുന്നത്? സുരേഷ് ഗോപിയല്ല, കേരളത്തിൽ ഏത് ബി ജെ പിക്കാരൻ ജയിക്കുമെന്ന് തോന്നിയോ അല്ലെങ്കിൽ ജയിച്ചോ അയാളുടെ പുറകെ ഒരു വൻ പടകം. അത് കുറേ നാളായിട്ടുള്ള കാര്യമാണ്. ഇത് സുരേഷ് ഗോപി ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇതിനു മുമ്പ് ഒ രാജഗോപാലായിരുന്നു. ഒ രാജഗോപാൽ ജയിച്ചെന്ന് പോലും സമ്മതിക്കാൻ ആരും തയ്യാറല്ല. അദ്ദേഹം ഇങ്ങനെ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ വിവിധ മണ്ഡലങ്ങളിൽ വന്ന് തോറ്റങ്ങനെ അവസാനം ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സിൽ ഒരു വേദന തോന്നിയിട്ട് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ജയിപ്പിച്ചു വിട്ടതെന്നാണ് പറയുന്നത്. അത് ഒ രാജഗോപാൽ ജയിച്ചതല്ല, താമര നിയമസഭയിൽ ആദ്യം വിരിഞ്ഞതല്ല. അതിങ്ങനെ ജനങ്ങൾ ഒരു ഔദാര്യം കൊടുത്ത് ഇങ്ങനെ വിട്ടതാണ്. അതായത് ബി ജെ പിയുടെ ഒരു വിജയമായി കാണാൻ തയ്യാറല്ല. ബി ജെ പി ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞാൽ പാർട്ടിയായിട്ട് കാണാൻ തയ്യാറല്ല. ബി ജെ പിയുടെ നേതാക്കളെ ആരെയും പ്രധാന നേതാക്കളായിട്ട് കാണാൻ തയ്യാറല്ല. ഇത് കുറേ നാളായിട്ട് കേരളത്തിലുള്ളതാണ്. ഇത് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയായിരുന്നു. ഇത് മാറും. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ ആർക്കും കണ്ടുകൂടാ. എല്ലാ പത്രങ്ങളും കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിച്ച് എഴുതുള്ളൂ. പോലീസുകാർ എഴുതുമ്പോൾ സർവോപരി ഇയാളൊരു കമ്മ്യൂണിസ്റ്റും കൂടെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവന് ജോലി പോലും കിട്ടില്ല, സർക്കാരിലൊരു പണി പോലും കിട്ടില്ല. അങ്ങനെയായിരുന്നു പണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണന് ജോലി കിട്ടിയില്ല, ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും കൂടെ എഴുതി വെച്ചിരുന്നു. അങ്ങനെ ആദ്യം IAS കിട്ടാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണത് വേറെ ആരൊക്കെയോ ബന്ധപ്പെട്ടാണ് അത് അങ്ങനെ ഒരു നിരോധിച്ച പാർട്ടിയൊന്നും അല്ല. പണ്ട് മനോരമ ഇതുപോലെ ആയിരുന്നു. ആളിനെ കുറിച്ച് എൻക്വയറി നടത്തുമ്പം കമ്മ്യൂണിസ്റ്റുകാരനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുപ്പിക്കും. അതെ, അത് വിമർശനവും. EMS എപ്പോഴും പറയും, മനോരമ പിന്നെ എന്നെ പുകഴ്ത്തിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞോ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഇതാ വലിയ ചവിട്ട് വരാൻ പോകുന്നതാണ് EMS പണ്ട് പറയായിരുന്നു. അതുപോലെയാണ് BJP. ഇന്നിപ്പോൾ BJP എങ്ങനെയാണ്? ഇന്നിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ കളങ്കമൊക്കെ മാറിയിരിക്കുന്നു. കാരണം അവർ ഏതാണ്ട് പിന്നെ ഒരു കോൺഗ്രസ് ലൈനിലുള്ള ഒരു പാർട്ടി പോലെയായി മാറിയിരിക്കുന്നു. എന്തും ആർക്കും എങ്ങനെയും സമീപിക്കാം, എന്ത് അഴിമതിയും നടത്താം, എന്ത് കുറ്റവും കാണിക്കാം, എന്ത് കുഴപ്പവും കാണിക്കാം, എങ്ങനെയും ഭരണതന്ത്രം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിത്തരും, നിങ്ങൾക്ക് എന്ത് അവിഹിതത്തിനും കൂട്ടുനിൽക്കും എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ അതോടുകൂടി അവരോടുള്ള വിദ്വേഷം എല്ലാവർക്കും മാറി. അപ്പോൾ കോൺഗ്രസ് വന്നില്ലെങ്കിൽ CPM ആയിക്കോട്ടെ, CPM വന്നില്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നാലും BJP വരരുത്. BJP വരാതിരിക്കണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? ഒരു തരി വരുമ്പോഴേ കിടത്തണം. അത് കൂടാൻ പാടില്ല. അതുകൊണ്ട് താമര ഒരെണ്ണം വിരിഞ്ഞാൽ ആ വിരിയുന്ന അന്ന് മുതൽ അതിൻ്റെ ഓരോ ഇതളായിട്ട് ഊരിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പം ഒ രാജഗോപാൽ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം സുരേഷ് ഗോപിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഒ രാജഗോപാലിനെ പിന്നെ ശല്യം ചെയ്തില്ല, കാരണം അദ്ദേഹത്തിൻ്റെയും പ്രായമൊക്കെ ആയി, ഇനി ഒരു ഇലക്ഷൻ നിൽക്കില്ല എന്നറിയാം. സുരേഷ് ഗോപി അങ്ങനെയല്ല. സുരേഷ് ഗോപി ഇനി ഇലക്ഷൻ നിന്നില്ലെങ്കിലും ഇവിടെ ഒരു മുൻ MP, കേന്ദ്രമന്ത്രി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാർട്ടിയുടെ ഒരു വലിയ ആളായിട്ട് നിന്നെങ്കിലോ ഇദ്ദേഹം പറയുന്നതിന് മീഡിയ അറ്റൻഷൻ ഉണ്ട്. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അല്ലെങ്കിൽ നല്ലത് പറയുന്നത് ചീത്തയായിട്ട് എഴുതിയാലും ഒക്കെ മീഡിയ അറ്റൻഷൻ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാളെ വീട്ടിലിരുത്താൻ പറ്റുമോ, അകറ്റി നിർത്താൻ പറ്റുമോ, മാറ്റി നിർത്താൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു സുരേഷ് ഗോപി പേടി വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെ എത്ര മനീമസമാക്കാമോ അത്രയും നോക്കുക. അതിനാണ് ഇപ്പോൾ സുനിൽകുമാർ പറഞ്ഞ കേട്ടില്ലേ, പല കള്ളവോട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ആകത്തുക ഇന്നലെ MA ബേബി പറഞ്ഞു 30,000-ഓളം രാജന്മാരൊക്കെ കയറിയിട്ടുണ്ടെന്നാണ്. അപ്പം 30,000 പോയാലും പിന്നെയും കിടക്കുകയല്ലേ അവിടെ. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 75,000 അല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ BJPക്ക് സുരേഷ് ഗോപിയെ മാത്രമല്ലല്ലോ ജയിപ്പിക്കേണ്ടിയിരുന്നത്, രാജീവ് ചന്ദ്രശേഖരൻ. അതിനേക്കാൾ അത്യാവശ്യമുള്ള പലരും ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ ജയിപ്പിക്കാൻ എളുപ്പമായിരുന്നു. ഈ 75,000 വോട്ട് പിന്നെ കള്ളവോട്ട് ജയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ 16,500 എന്നുള്ളത് ശകലം മതിയായിരുന്നു. 16,500 വേണ്ട. അതെ, കാരണം ഈ അപ്പുറത്തുള്ള കുറച്ച് ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടില്ലേ. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം വെറും വെടിയാണെന്നുള്ളതും പുകയാണെന്നുള്ളതും ജനത്തിനറിയാം. ഇതൊരു നാടകം കാണുന്ന പോലെയാണ് കാണുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി തൃശ്ശൂരിലെ ഒരു ഓർത്തഡോക്സ് ബിഷപ്പാണ് ഈ സഖാവ് തിരുമേനി അല്ലെ, യൂനോസ് മിലിത്തിയോസ് ആണ് അദ്ദേഹം, ആണ് ഈ കാണാനില്ല എന്നും പറഞ്ഞ് വലിയ ഉച്ചത്തിൽ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, കാരണം ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിൽ ഇദ്ദേഹത്തിനൊരു പങ്കും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. ഇത് പിന്നെ സുരേഷ് ഗോപി ജയിച്ചത് അവിടുത്തെ കുറെ ക്രിസ്ത്യൻ വോട്ടുകൾ കൊണ്ടാണെന്ന് പറയുന്നത് വെറുതെയാണ്. അത് ആരും കണക്കാക്കാതെ പറയുന്നതാണ്. സുരേഷ് ഗോപി ജയിച്ചത് അവിടുത്തെ
ഹിന്ദുക്കളുടെ വോട്ട് ബഹുഭൂരിപക്ഷവും കിട്ടിയെന്ന് മാത്രമല്ല, പിന്നെ നിഷ്പക്ഷരായ കുറേ ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല. അതായത് ക്രിസ്ത്യൻ എന്ന് പറയണ്ട, ക്രിസ്ത്യാനിയിലെ മുസ്ലിമിലെയൊക്കെ കുറേ നിഷ്പക്ഷമതികൾ വോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ അദ്ദേഹം പിന്നെ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്കൊക്കെ പകരം അതിനൊക്കെ എതിരായി നിന്നതുകൊണ്ട് അങ്ങനെയും കുറേ പേര് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. മാർക്സിസ്റ്റുകാരടക്കം കുറേ പേര് കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പിൽ ഇരയായവരും അത് ഇദ്ദേഹം വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചായിരിക്കും അവരും കുറേ പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ശരിക്കും നടന്നതെന്ന് വെച്ചാൽ കെ മുരളീധരൻ ഒരു ഒന്നാം തരം സ്ഥാനാർത്ഥിയായിരുന്നു, കോൺഗ്രസ് നിർത്തിയ. അപ്പുറത്ത് സുനിൽകുമാർ അതുപോലെ തന്നെ CPIയുടെ നല്ല ഒന്നാം തരം സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഈ പിന്നെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു അബദ്ധം പറ്റി. ആർക്ക് വോട്ട് ചെയ്യണം? കെ മുരളീധരനും ഞമ്മൻ്റെ ആള്, അതെ, സുനിൽകുമാറും ഞമ്മൻ്റെ ആള്. എന്നാൽ കുറേ പേര് അവിടെയും കുത്തി, കുറേ പേര് ഇവിടെയും കുത്തി. ക്രിസ്ത്യാനിക്കും ഇത് തന്നെയാണ് പറ്റിയത്. കുറേ ക്രിസ്ത്യാനി കെ മുരളീധരന് കൊടുത്തു, കുറേ ക്രിസ്ത്യാനി സുനിൽകുമാറിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയി. അതാണ് സുരേഷ് ഗോപിക്ക് ഇത്ര വോട്ട് കയറാൻ കാര്യം. അതോടൊപ്പം ഈ കോൺഗ്രസിലെയും CPMലെയും CPIയിലെയൊക്കെ കുറേ ഹിന്ദു വോട്ടുകൾ ഇങ്ങോട്ടും വന്നു. ഇത് ആള് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആള് വിചാരിച്ചിരിക്കുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ ഇപ്പുറത്തോട്ട് മറിഞ്ഞിട്ടാണ് 70,000 ഭൂരിപക്ഷം കിട്ടുന്നത്. അങ്ങനെയല്ല. ക്രിസ്ത്യൻ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും, കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷവും കെ മുരളീധരനും സുനിൽ കുമാറിനുമാണ് വോട്ട് ചെയ്തത്. ആ വോട്ട് സ്പ്ലിറ്റ് വന്നതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹത്തിന് ഇത്രയും ഭൂരിപക്ഷം വന്നത്. അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുള്ളായിരുന്നു. അപ്പൊ ഈ ഛത്തീസ്ഗഡിലെ ഒരു പ്രശ്നം വെച്ചിട്ടാണ് സുരേഷ് ഗോപിയുടെ മേൽ ഇത്തരത്തിൽ കാണാനില്ല എന്നുള്ള രീതിയിലുള്ള മുറവിളി ഉണ്ടായിരിക്കുന്നത്. അതെ അതെ. ഇതേ അവസരത്തിൽ തന്നെ ഒന്ന് നമ്മൾ ഓർക്കണം, ഈ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധി എത്ര പ്രാവശ്യം ഇവിടെ നിൽക്കുന്നുണ്ട്? അല്ല, അതിനു മുമ്പ് രാഹുൽ ഗാന്ധി അതെ, രാഹുൽ ഗാന്ധിയെ ഇതുപോലെ കാണാനില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നെ കേരള പോലീസ് അന്വേഷിച്ചാലും പറ്റില്ലായിരുന്നു, ഇന്റർപോളൊക്കെ അന്വേഷിക്കണം. കാരണം അദ്ദേഹം ഇന്ത്യ വിട്ടാണ് പോകുന്നത്. SFI പിള്ളേര് അവിടെ പിന്നെ കസേരയിൽ വാഴ വരെ വെച്ചില്ലേ? അതെ അതെ അതെ. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് MP ആയിക്കൊള്ളട്ടെ, അദ്ദേഹം കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ സ്ഥിരം വന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ അവിടെ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങൾ പറയുന്നത്. പിന്നെ ഇപ്പൊ ഈ വലിയ പുലിവാല് വന്നതിന് ശേഷം ചിലപ്പോൾ ഇല്ലായിരിക്കും, മാറി നിൽക്കുന്നതായിരിക്കും. എന്തെന്ന് വെച്ചാൽ ഈ കന്യാസ്ത്രീ വിഷയം വന്ന് അതിലിനി താൻ അഭിപ്രായം പറഞ്ഞു വല്ലതും പാർട്ടിക്കോ കേന്ദ്ര മന്ത്രിസഭയ്ക്കോ ദോഷം വരണ്ടെന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം ഇപ്പം ഒന്ന് മാറി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, അതിന് BJP കേന്ദ്ര നേതൃത്വം അവരൊരു നിലപാട് എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ സുരേഷ് ഗോപി ചെയ്യാതെന്നുള്ളതൊന്നും ചെയ്യാതിരുന്നില്ല. അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് ഈ വിഷയം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ അറിയിക്കുന്നതിൽ ഒരാൾ അദ്ദേഹമായിരുന്നു. അദ്ദേഹം അരമനകളിലൊക്കെ വിളിച്ച് ഞങ്ങളിത് ബന്ധപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഷോ കാണിച്ചില്ല. അതെ, അത് ഒരു പ്രധാനമാണ്. നമ്മൾ കണ്ടില്ലേ, കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവര് വിമ്മിഷ്ടപ്പെട്ടു പോവായിരുന്നു. ഓരോരുത്തര് മാറി മാറി, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവര് വന്ന് തോളിൽ കൈയിടുന്നു. അല്ലെ, കുറച്ചു ദിവസം കൂടെ ജയിലിൽ കിടക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അല്ല, അത് വിഷമായി പോയി പെട്ടെന്ന് ഇറക്കി കളഞ്ഞത്. അവർ ഉദ്ദേശിച്ചത് അന്നും ഇറങ്ങില്ലെന്നാണ്. കാരണം ശനിയാഴ്ച വൈകുന്നേരം ആയല്ലോ. അപ്പോൾ ശനിയാഴ്ച ഇവിടെയാണെങ്കിൽ നടക്കില്ല കേട്ടോ. കാരണം ഒരു ഓർഡർ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ അന്ന് ശനിയാഴ്ചയാണ് ഓർഡർ ഇറങ്ങുന്നതുകൊണ്ടേ, അത് ശനിയാഴ്ച വെള്ളിയാഴ്ച അല്ലേ, സെക്കൻഡ് സാറ്റർഡേ വരുന്നതാണ് അല്ലേ, അങ്ങനെയാണെന്ന്. അപ്പോൾ അത് ആ 2 ദിവസം ജയിലിൽ കിടന്നതിന് തിങ്കളാഴ്ച ഇറങ്ങാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ അവിടെ അത് പെട്ടെന്ന് ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ അതിന് സമ്മതിക്കണം, അവിടുത്തെ ജഡ്ജിമാരെ ജുഡീഷ്യറിയും സമ്മതിക്കണം. പെട്ടെന്ന് തന്നെ ഉത്തരവാക്കി കൈ കൊടുത്ത് ജയിലിൽ നിന്ന് അന്ന് തന്നെ ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. സാധാരണ ഇതിൽ ഇത് ഈ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഓർഡർ ആയാൽ അത് മിക്കവാറും ഈ കേരളത്തിലാണെങ്കിൽ നടക്കില്ല. അതെ, നമ്മുടെ സാധാരണ കോടതികളിൽ നിന്ന് അത് പിന്നെ അന്ന് അവിടെ കടന്നു പോകും. പിന്നെ തിങ്കളാഴ്ച വന്നു ടൈപ്പ് ചെയ്ത് ഓർഡറാക്കി ഒക്കെ ഇറങ്ങുമ്പോൾ അന്ന് ഉച്ചയാകുമ്പോൾ ഇറങ്ങും, വൈകുന്നേരത്തോടു കൂടി പോകാൻ പറ്റുമായിരുന്നു. തിങ്കളാഴ്ച ഇറങ്ങാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ അത് അവിടെ വളരെ വേഗത്തിൽ നടന്നു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ച് നടന്നതിന് 2 ദിവസം കൂടെ കിടന്നതിന് 2 ദിവസം കൂടെ ഇവിടെ അലക്കാമായിരുന്നു. പക്ഷേ എന്തായാലും സുരേഷ് ഗോപി അങ്ങനെ മുങ്ങിയതല്ല. അദ്ദേഹം വളരെ വീരോചിതമായിട്ട് തന്നെ തിരിച്ചു വന്നവിടെ ഈ ഇലക്ഷനും
തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഇലക്ഷനും അത് കഴിഞ്ഞുള്ള അസംബ്ലി ഇലക്ഷനും ഉജ്ജ്വലമായ പ്രവർത്തനവും പ്രകടനവും പിന്നെ സമ്മേളനവും ഒക്കെ നടത്തും. ഇനി അത് സംശയമില്ല, അദ്ദേഹം അതിന് തയ്യാറുമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ, ഇവിടെ വരുമ്പം മാധ്യമങ്ങൾ അദ്ദേഹം ക എന്ന് പറഞ്ഞാൽ കൂ എന്നായിരിക്കും പുറത്ത് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മടിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിന് തലതിരിച്ചൊരു വ്യാഖ്യാനം കൊണ്ടുവരുന്ന ശൈലി. പിന്നെ അദ്ദേഹം ഒരു സിനിമാ നടനും കൂടെ ആയതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പോസ്ചറും എക്സ്പ്രഷനും ഒക്കെ വളരെ പെട്ടെന്ന് മുഖത്ത് വരും. ഈ കള്ളന്മാരായ രാഷ്ട്രീയക്കാർക്ക് എക്സ്പ്രഷൻ ഇല്ല, അതറിയാമോ? പിന്നെ കൊല്ലും എന്ന് പറയുമ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. ഇദ്ദേഹത്തെ എങ്ങനെയല്ല, കൊല്ലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് കറക്റ്റായിട്ട് മുഖത്ത് വരും. അപ്പോൾ അദ്ദേഹം എന്താണോ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് അത് പുറത്തു വരും. അത് നടന്മാർക്കും നടിമാർക്കും ഉള്ള കുഴപ്പം അതാണ്. അവർക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ കൂടുതലാണ്. എന്താണോ അവരുടെ ഉള്ളിലുള്ളത് അത് വാക്കായി പുറത്തു വരുമ്പോൾ അതിൻ്റെ പുരികവും കണ്ണും മൂക്കും ഒക്കെ അങ്ങനെ ചലിക്കും. അത് സുരേഷ് ഗോപി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ അറ്റാക്ക് അദ്ദേഹത്തിന് വരും. അത് ഇനിയിപ്പോൾ മാറ്റാൻ നോക്കില്ല. 30 വർഷത്തോളം സിനിമാ ഫീൽഡിലൊക്കെ നിന്ന്, 30 അല്ലെന്ന് തോന്നുന്നു, ഏകദേശം 50ഓളം വർഷമായി കാണും. 19 വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ നിന്നിട്ട് ഇനി ആ ആക്ഷനും ഒന്നും ഡയലോഗ് പ്രസൻറ്റേഷൻ സ്റ്റൈലും ഒന്നും മാറ്റാൻ പറ്റില്ല അദ്ദേഹത്തിന്. ഈ കപട രാഷ്ട്രീയക്കാരൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും സാധാരണ വോട്ടർമാർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ഒക്കെ സാധാരണക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് 75,000 വോട്ട് അവിടെ കിട്ടിയത്. അത് ഇപ്പോഴും അദ്ദേഹത്തിന് ജനങ്ങൾക്കുള്ള വിശ്വാസമൊന്നും നഷ്ടപ്പെട്ടില്ല. ഇടതുമുന്നണിക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കോൺഗ്രസ്സുകാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ കമ്മ്യൂണൽ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ചിലർക്കും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവരിങ്ങനെ കൂവിക്കൊണ്ടിരിക്കും. അത് സ്വാഭാവികം. BJP ആണെങ്കിൽ താമരയാണ് വിരിഞ്ഞതെങ്കിൽ ഇതളുകൾ അരിഞ്ഞുകൊണ്ടേയിരിക്കും. അത് കാലക്രമത്തിൽ മാറും. ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റുകാർ, സർവോപരി കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന ആ മഹാപാപം ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ എവിടെയും കയറി ചെല്ലാമെന്നുള്ള അവസ്ഥയിൽ ആയില്ലേ. അതുപോലെ വരും നാളെ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.